Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് പ്രാർത്ഥനാ വസിയത്തുകളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടുകാരനായ അലവി എന്ന് പറയുന്ന ഒരു സഹോദരൻ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഫാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാമതൊരു കുഞ്ഞുമോൾ അവളുടെ തൊണ്ടയിലുമായി ബന്ധപ്പെട്ട് ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവളും ഇതേപോലെ ചികിത്സയുമായി പ്രതികരിക്കാൻ മടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്രയധികം വിഷമാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹു ആ കുഞ്ഞുമോൾക്കും പെട്ടെന്നുള്ള ശിഫാവിന് ആജില് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് കാരുണ്യവാനാണ്. നമ്മളൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയുമ്പോൾ പഴയ പഴമക്കാരായ ആളുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു മഅനയുണ്ട്. എന്താണ് മഅന എന്ന് പറഞ്ഞാൽ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ എന്നാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രമല്ല മഴ കിട്ടുന്നത്, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രമല്ല വായു ശ്വസിക്കാൻ കിട്ടുന്നത്, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമല്ല ഭൂമിയിൽ ഇടമുള്ളത്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവൻ, അള്ളാഹു അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, പരലോകത്ത് അങ്ങനത്തെ ഒരു ലോകമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനെ കയ്യേറ്റം ചെയ്യും എന്നൊക്കെ പറയുന്ന ധിക്കാരികൾ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും മഴവെള്ളം കിട്ടുന്നുണ്ട്, കുടിക്കാനുള്ള വായു കിട്ടുന്നുണ്ട്, ശ്വസിക്കാനുള്ള വായു കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചത്, പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ് മനുഷ്യനോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് ഒരുക്കിയിട്ടുള്ള ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത്. ആ നരകത്തെ കുറിച്ച് കൃത്യമായ വർണ്ണനകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് അള്ളാഹു അതിനെക്കുറിച്ച് അത്രമേൽ വർണ്ണിച്ചത്? അത് മനുഷ്യരായ നമ്മളോടുള്ള കാരുണ്യമാണ്. അറിഞ്ഞുകൊണ്ട് ഒരാളും അതിലേക്ക് ചെന്ന് പതിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് അള്ളാഹു ആ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സംസാരവും നരകത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നരകത്തിന് അള്ളാഹു പലവിധങ്ങളായ പേരുകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പലവിധങ്ങളായ പേരുകൾ പറഞ്ഞിട്ടുള്ളത്? ആ പേര് ഓരോന്നും അതിന്റെ ശിക്ഷയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജഹീം എന്ന് നമുക്ക് കാണാം, ജഹന്നം എന്ന് നമുക്ക് കാണാം, ലവാ എന്ന് കാണാം, സഈർ എന്ന് കാണാം, സഖർ എന്ന് കാണാം, ഹുതമ എന്ന് കാണാം,
ഹാവിയ എന്ന് കാണാം. ഓരോന്നിന്റെ പദപ്രയോഗങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഇപ്പൊ സഈർ എന്ന് പറഞ്ഞാൽ ഈ കത്തി എരിച്ചു കളയുന്നത്. സഖർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇട്ടതൊന്നും പിന്നീട് ബാക്കിയാവില്ല. അതേപോലെ തന്നെ ജ്വാലയുള്ളത്, രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്നത്, വേവും ചൂടുമെടുക്കുന്നത് എന്നിത്യാദി പദപ്രയോഗങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് പല വിധങ്ങളായ പേരുകളിൽ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രത്യേകത എടുത്തു പറഞ്ഞു. നരകത്തിന് കാവൽക്കാരുണ്ട്. അപ്പൊ കാവൽക്കാരുണ്ട് എന്ന വിഷയം പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മലായികത്തിനെ കുറിച്ച് പറയുകയാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. അലൈഹാ നരകത്തിന്റെ മേലുണ്ട് മലായികത്തുൻ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? ഗിലാദുൻ ശിദാദ്. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന, അങ്ങേറ്റം കോപം മുഖത്ത് സ്ഫുരിക്കുന്ന മലക്കുകളാണ്. പിന്നെയോ ഷിദാദ് എന്ന് പറഞ്ഞാൽ മല്ലന്മാരാണ് അവർ. അങ്ങനെയുള്ള മലക്കുകളെ അല്ലാഹു നരകത്തിന് കാവൽക്കാരായി വെച്ചിട്ടുണ്ട്. മറ്റൊരിടത്ത് പറഞ്ഞു അലൈഹാ തിസ്അതഅശർ. അതിന്റെ മേൽ 19 പേരുണ്ട്. 19 മലക്കുകളെ അല്ലാഹു നരകത്തിന് കാവൽക്കാരാക്കി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ തഫ്സീർ ചെയ്യുമ്പോൾ കാണാൻ കഴിയും 19 മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആൾക്കാർ വെല്ലുവിളിച്ചു പ്രവാചകനെ, ഞാൻ 17 ആൾക്കാരെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ബാക്കി 2 ആളെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മലായികത്തുകളെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത്? മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ ഫൽയദഉ നാദിയ സനദഉ സബാനി. അങ്ങേയറ്റം മൂക്കന്മാരായിട്ടുള്ള പ്രകൃതക്കാരാണ് അവർ. അവരവരുടെ കൂട്ടാളികളെ വിളിക്കട്ടെ, നാം സബാനിയാക്കളെ വിളിക്കാം. സബാനിയത്ത് എന്ന് പറയുന്നത് മലക്കുകളിൽ ഒരു പ്രത്യേകമായ ഒരു വിഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായിട്ട് പഠിപ്പിക്കുക. മാത്രമല്ല അവരുടെ ഇമാറത്തിലുള്ള മലക്കിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. നരകത്തിലെ ആളുകൾ വിഷമം കൊണ്ട് അവർ പറയുകയാണ്, വനാദൗ യാ മാലിക്, ഓ മാലിക്കേ, നീ നിന്റെ റബ്ബിനോട് പറയുക, ലിയഖ്ദി അലൈനാ റബ്ബുക. അവരതാ യാ മാലിക് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് അവര് മാലിക്കിനോട് പറയുകയാണ്, ലിയഖ്ദി അലൈനാ റബ്ബുക, നിന്റെ റബ്ബിനോടൊന്ന് പറയുമോ മാലിക്കേ, ഞങ്ങളുടെ കാര്യമൊന്ന് തീർപ്പാക്കാൻ സഹിക്കുന്നില്ല. അതിന്റെ കാവൽക്കാരായ മാലിക്കിനോട് പറയണം, ഓ മാലിക്ക്, നിന്റെ റബ്ബിനോടൊന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു കളയാൻ. മാലിക്കിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂൻ. അല്ലാഹുവിന്റെ ഓർഡർ എന്താണ്? നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ശരീരം വലിയ ഭീമാകാരമായ രൂപത്തിൽ അല്ലാഹു ആക്കി തീർക്കുന്നതാണ്. ഒരു പല്ലിനു തന്നെ ഉഹദ് മലയുടെ വലിപ്പം ഉണ്ടാകും. ഒരു ചുമലിൽ നിന്നും മറ്റൊരു ചുമലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 3 ദിവസത്തെ വഴി ദൂരമാണ്. എന്താ അതിന്റെ യുക്തി? എല്ലാം അങ്ങനെ ദീന് നമുക്ക് യുക്തി കൊണ്ട് പിടുത്തം കിട്ടൂല. പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇവിടെ പിഞ്ചു ബാലികമാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരാളെ കൊന്ന് കഷ്ണങ്ങളാക്കി ബാഗിലാക്കി. അതാണല്ലോ ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ക്രൂരതയാണ്! ഒരു മനുഷ്യനെ കൊന്നവനും 99 മനുഷ്യന്മാരെ കൊന്നവനും ദുനിയാവിൽ എന്തു ശിക്ഷയാ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയുക? ഏറ്റവും മാക്സിമം കൊടുക്കാൻ കഴിയുന്നത് അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതല്ലേ. എത്ര തവണ കൊല്ലാൻ കഴിയും ഒരാളെ? ഒരു തവണയല്ലേ കഴിയുള്ളൂ. ബാക്കി 96 പേരുടെ അല്ലെങ്കിൽ 98 ആളെ കൊന്നതിന്റെ പ്രതികാരം എവിടെ ഈ ദുനിയാവിൽ തീർക്കാൻ കഴിയും? 99 മനുഷ്യന്മാരെ കൊന്നു. അയാളെ എത്ര തവണ തൂക്കിലേറ്റാൻ കഴിയും? പരമാവധി അതാണല്ലോ, ഒരു തവണയല്ലേ. ബാക്കി 98 മനുഷ്യന്മാർക്ക് നീതിയില്ലാത്ത ലോകമാണ് ദുനിയാവെങ്കിൽ അള്ളാഹുവിന്റെ പാരത്രിക ഭവനം എന്ന് പറയുന്നത്
അങ്ങനെ രക്ഷയില്ല. മാലിക്കിനോട് യാചിക്കുകയാണ്, മാലിക്കേ ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പറയൂ. മാലിക്കിന്റെ മറുപടി എന്താണ്? എനിക്കതിന് സാധ്യമല്ല, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഇവിടെ പൂർണ്ണമായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉറുമ്പിന്റെ കാലിന്റെ അളവിനാണ് ദർറത്ത് എന്ന് പറയാം, ഒരു കടുകുമണി എന്ന് പറയാം. അത്ര അളവാണ് തിന്മ ചെയ്തതെങ്കിൽ അത് അനുഭവിച്ചേ പോകും. അത് അനുഭവിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ നീതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അള്ളാഹു ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന്മാർക്ക് ശിക്ഷ അനുഭവിക്കാൻ തക്ക രൂപത്തിൽ അവരുടെ ശരീരത്തിന് വലുപ്പം വെച്ചു കൊടുക്കും എന്നുള്ളതാണ്. അല്ലെ, എല്ലാ വെള്ളിയാഴ്ചയിലും ഇമാമ് മിഹ്റാബിൽ നിന്ന് മൗമൂമിങ്ങളെ ഓതി കേൾപ്പിക്കാറുണ്ട്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. കൂട്ടരെ, നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയിലും അത് സുന്നത്താണ്. അല്ലെ, അവിടെ ജീവിതമോ മരണമോ ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തും ഇല്ല, ഡേറ്റ് ഓഫ് ഡെത്തും ഇല്ല. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഈ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതവുമില്ല മരണവുമില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജഹന്നമിനോട് ചോദിക്കുകയാണ്. എന്താ ജഹന്നം പറയുന്നത്? നരകം അല്ലാഹുവോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇനിയുണ്ടോ ആളുകളെ? പോരട്ടെ, ഇനിയുണ്ടോ ആളുകളെ? അല്ലേ, സ്ഥലം നിറഞ്ഞു, അവസാനിച്ചു, ഇനിയില്ല, ബുക്കിംഗ് തീർന്നു. ഇതൊക്കെ ദുനിയാവിലെയാണ്. നരകം ചോദിക്കുകയാണ്, ഹൽ മിൻ മസീദ്, വർധനവുണ്ടോ അല്ലാഹ്, വർധനവുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു വിശാലതയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഒരു സഹാബി വര്യൻ പറയുകയാണ്, ഇത് സമിഅ വജ്ബതൻ, ഞങ്ങളൊരു ശബ്ദം കേട്ടു പ്രവാചകന്റെ കൂടെയാകുമ്പോ. പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, തദറൂന മാ ഹാദാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ആ ശബ്ദം എന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായിട്ട് അറിയുക. പ്രവാചകന്റെ മറുപടി എന്താണ്? അത് മാത്രം നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്താണെന്ന് അറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വീണ ശബ്ദമാണ്. റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ട കല്ല് ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലേക്ക് എത്തിയത്. നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര അർത്ഥഗർഭമാണ്. ഹൽ മിൻ മസീദ്, കൊണ്ടല്ല ഇനിയും പോരട്ടെ, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 70 വർഷം മുമ്പ് ഇട്ട ഒരു കല്ല് ഇപ്പോഴാണ് താഴേക്ക് എത്തിയത്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ സംവിധാനം? തീർന്നില്ല പ്രിയപ്പെട്ടവരെ. നരകം വലിച്ചു കൊണ്ടുവരും 70,000 വട്ടക്കണ്ണികളിൽ, ഓരോ വട്ടക്കണ്ണിയിലും അത്ര തന്നെ 70,000 മലക്കുകൾ ചേർന്ന് വലിച്ചു കൊണ്ടുവരും. അപ്പോഴോ ഏകദേശം ഒരു 490 കോടി മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ഭീമാകാരമായ ഒരു സംവിധാനം. അതാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ കടന്നു പോകുമ്പോ സൂര്യചന്ദ്രന്മാർ അതിൽ വന്ന് വീഴുന്നതാണ്. നമ്മുടെ ദുനിയാവിലെ ശാസ്ത്രം പറഞ്ഞു തരുന്നത് എന്താണ്? 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ സൂര്യന് കഴിയുമെന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമി എന്ന ഈ ഒരു സംവിധാനത്തെ 15 ലക്ഷമായിട്ട് പെരുപ്പിച്ചു കൊണ്ടുപോയി സൂര്യനിൽ വെച്ചാൽ അവിടെ സ്ഥലമുണ്ട്. ആ സൂര്യനും അതേപോലെ തന്നെ ഭൂമിയും ഈ നരകത്തിലേക്ക് കെട്ടടങ്ങുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ രക്ഷയുണ്ടോ? അവിടെ ഒരു സമാധാനമുണ്ടോ? അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര ശരിയാണ്. ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദുരിതം, ആ ദുരിതത്തിൽ നിന്ന് രക്ഷ കിട്ടുമോ? നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നരകത്തിന്റെ താഴ്ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്
അതിന്റെ കാഠിന്യം കൂടുന്നത്, താഴേക്കാണ് അതിന്റെ പദവികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് അടിയിലെ തട്ടിലുണ്ടാവുക? ഒരായത്ത് ഓതി തന്നു, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ ഏറ്റവും അടിഭാഗത്തുള്ളത് കപടന്മാരായ, പുറമെ ഒരു ജീവിതവും ഉള്ളിൽ മറ്റൊരു ജീവിതവുമായി ജീവിക്കുന്ന കപടന്മാരാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടൊന്നും തീർന്നില്ല. ഈ നരകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെയും ഖുർആൻ പറയുന്ന ഒരു കാര്യം എന്താണ്? അതിങ്ങനെ അടച്ചിടപ്പെട്ടതായിരിക്കും. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്, ചൂടിന്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടി. കാഫിറുകളായ ആളുകൾ നരകത്തിലേക്ക് അവരെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ നരകത്തിലേക്ക് തൊലിപ്പിക്കപ്പെടുമ്പോ, അതിന്റെ അടുത്തെത്തുമ്പോ അതിന്റെ വാതിലുകൾ ഇങ്ങനെ തുറക്കപ്പെടുന്ന, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അങ്ങനെയല്ല പറയുന്നത്. സ്വർഗത്തിന്റെ വാതിലുകൾ അത് തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭദ്രമാക്കി അടച്ചു മൂടിപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, പരസ്പരം കുറ്റപ്പെടുത്തുന്നവർക്ക് നാശം. അല്ലദീ, അവർ യാതൊരുവരാകുന്നു, ജമാഅമാലം വഅദ്ദദ, അവരുടെ ആകെയുള്ള ശ്രദ്ധ മുതലിങ്ങനെ എണ്ണി നോക്കുന്നു. ഇത് കുറഞ്ഞോ, ലാഭമുണ്ടോ, നഷ്ടപ്പെട്ടോ, ഇത് മാത്രം. യസബു അന്ന മാലഹു വഖലദ, അവൻ കരുതുന്നത് എന്താണ്? ഈ മുതലുണ്ടല്ലോ അവനെ എന്നെന്നും ഇവിടെ ശാശ്വതനാക്കുമെന്നാണ് അവൻ കരുതുന്നത്. എന്നാലോ കല്ല, അങ്ങനെ വേണ്ട. ലയുംബദന്ന ഫിൽ ഹുത്വമ, അവർ ഉൾത്തുമയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു ചോദിക്കുകയാണ്, വമാ അദറാക, നിനക്കറിയാമോ? മൽ ഹുത്വമ, ഹുത്വമ എന്നാൽ എന്താണെന്ന് അറിയാമോ? നാറുല്ലാഹി മൂഖദ, അത് കത്തിക്കപ്പെട്ട അഗ്നിയാണ്. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, അത് പുറമെയല്ലാതെ ആളിക്കത്തുക, അത് അഫ്ഇദത്തിലേക്ക്, കൽബിലേക്ക്, ഉള്ളിലേക്ക് ആണ്ടെറിങ്ങുന്ന തീയാണ്. അല്ലേ, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോ അതിലൊരു അമ്മയും 2 കുഞ്ഞുങ്ങളും വെന്തുപോയി. ഏതാനും ആഴ്ചയുടെ മുമ്പേ ഒരു 65% വെന്തുപോയി. എന്താ കാഴ്ച? പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ തീപ്പൊള്ളലേറ്റ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ആലോചിച്ചു. എന്നാലോ അഫ്ഇദത്തിലേക്ക് ഇറങ്ങുക മാത്രമല്ല, ഇതിങ്ങനെ മൂടിയിട്ടപ്പതായിരിക്കും. നരകത്തിന്റെ ഒരു പ്രത്യേകത പറയും, അത് അതിൽ നിന്ന് എന്തില്ല, അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആണ്ട് ആണ്ട് വെന്ത് ഉരുകുക എന്നതല്ലാതെ അതിലേക്കൊരു കാറ്റ് കടക്കാൻ അങ്ങനല്ല. അത് മൂടിയിടപ്പെട്ടതാണ് അതിന്റെ അകലുകാരെ കൊണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ കാണാം വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവലുകൊണ്ടാകും. അതില്ലാത്ത പ്രാർത്ഥനകൾ വളരെ ചുരുക്കം. എത്ര ഭീമാകാരമായിട്ട് അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരൊറ്റ ആയത്ത് കൂടി പറയട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ സലാമത്താക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ അഹിലുകാരുടെ, നിങ്ങളുടെ കുടുംബങ്ങളുടെയും തടിയെ സലാമത്താക്കണം. എവിടെ നിന്ന്? നാറാ, നരകത്തിൽ നിന്ന്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഭയാനകമാണ്, അസഹനീയമാണ്. നമ്മളെല്ലാവരും പണിയെടുക്കേണ്ടത്. ഒരു തെറ്റു മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭീമാകാരമായ അവസ്ഥയാണ് മനസ്സിലേക്ക് വരേണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു അറിയിപ്പ് നൽകാനുള്ളത്, നമ്മുടെ ഈ പള്ളിയോട് ചേർന്ന് നമ്മൾ UP തലം മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് നമ്മൾ എല്ലാ ശനിയാഴ്ച തോറും മഗ്‌രിബിന് ശേഷം അവർക്ക് മതം പഠിച്ചു കൊടുക്കാനുള്ള, ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ വെച്ച് തന്നെ പലതവണ അതിൻ്റെ അറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. നമ്മുടെ മക്കളെ ദീനീപരമായി
അവർക്ക് മദ്രസയിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ അറിവ് വീണ്ടും വീണ്ടും ഒരു ഡിഗ്രി തലം വരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനം ആണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു വിപുലമായ ഒരു മീറ്റിംഗ്, രക്ഷിതാക്കളെയൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു മീറ്റിംഗ് ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ശേഷം ഇവിടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും നമ്മുടെ മക്കളോടൊപ്പം അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും ചില മേഖലകളെ കുറിച്ചാണ്. എന്താണ് റബ്ബിനോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്? നമ്മൾ പലതും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. മക്കൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പലതിനും നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചോദിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രാധാന്യങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഓർഡറാണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റബ്ബിനോട് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി കാണിക്കണം. അതുണ്ടെങ്കിലേ നമുക്ക് ജയമുള്ളൂ. നമുക്ക് നേരായ മാർഗത്തിൽ ഉണ്ടെങ്കിലേ അല്ലാഹ് നമ്മളെ സ്വീകരിക്കുകയുള്ളൂ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നിരന്തരമായി റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹുവേ ഹിദായത്തിലേക്ക് നീ എന്നെ എത്തിക്കണമേ. നമ്മളോട് സൂറത്തുൽ ഫാത്തിഹ ചെല്ലാൻ പറഞ്ഞു. ഒരു വക്ത് നിസ്കാരം പോലും അല്ലാഹ് കബൂലാക്കൂല, എങ്ങനെയല്ലാതെ ഫാത്തിഹ സൂറത്ത് ഓതാതെ. ആ ഫാത്തിഹ സൂറത്തിൽ ഒരു ആയത്താണ് ഏത്? ഇഹ്ദിന, ഞങ്ങളെ വഴി കാണിക്കണമേ, സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരെ ചൊവ്വായ വഴിയിലേക്ക് അല്ലാഹ് ഞങ്ങളെ വഴി കാണിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിയിട്ടുണ്ട്. ആർക്കും അല്ലാഹ് ഉറപ്പ് കൊടുത്തിട്ടില്ല. നിങ്ങളൊക്കെ അബൂബക്കർ എന്ന് പേരിട്ടു, മുഹമ്മദ് എന്ന് പേരിട്ടു, നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ നമ്മളോട് ഒരൊറ്റ ഷർത്താണ്, നിബന്ധനയാണ് വെച്ചിട്ടുള്ളത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കൂട്ടരെ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അപ്പൊ നമുക്കുള്ള ഒരു ടാസ്ക് എന്താണ്? മരണം വരെ ഞാൻ ഇസ്ലാമിൽ തന്നെയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, ഓ അലി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവോട് നീ ചോദിക്ക്, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹു എനിക്ക് ഹിദായത്ത് കൊണ്ടാ എന്നെ ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് നീ പ്രാർത്ഥിക്കുകയെന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു ചോദിക്കുക. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, നിന്നോട് ഹിദായത്തിനെ ചോദിക്കുന്നു, തഖ്വയെ ചോദിക്കുന്നു, വിട്ടുവീഴ്ചയെ ചോദിക്കുന്നു, അതേപോലെ തന്നെ ഐശ്വര്യത്തെ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്ന് മുസ്ലിമായി. അദ്ദേഹത്തിന് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അത് ചെല്ലാൻ വേണ്ടി പറയാം. എന്താ പ്രാർത്ഥന എന്നറിയും? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹ് എനിക്ക് പുറത്തു കൊണ്ടാ, വർഹംനി, എന്നോട് റഹ്മത്തിനെ ചൊരിയണേ, വഹ്ദിനി, എനിക്ക് നീ ഹിദായത്ത് കൊണ്ടാ, വആഫിനി, എനിക്ക് സൗഖ്യം കൊണ്ടാ, വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം കൊണ്ടാ, റിസ്കിനെ കൊണ്ടാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാര്യം ഹിദായത്തിനെ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ വന്നു, എത്ര മനുഷ്യന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ നമ്മൾ കാണുന്നു, പള്ളിയിലൊന്നും കയറുന്നില്ല. അതൊക്കെ ഇപ്പൊ എന്താ കാര്യം? വല്ലാത്തൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഭയപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് പറഞ്ഞു. എന്താ ആയത്ത് എന്നറിയും? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതന. എന്താ അതിന്റെ ഒരു ആ പ്രാർത്ഥനയുടെ വലിപ്പം? അല്ലാഹുവേ, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഇതിൽ നിന്ന് തെറ്റിച്ചു കളയല്ല. ഇത് നമ്മൾ നിരന്തരമായി റബ്ബിനോട് ചോദിക്കണം. മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രവാചകന്റെ ദുആയാണ്. മാറി മറിയുന്ന ഹൃദയങ്ങളുടെ റബ്ബേ, എന്റെ ഖൽബിനെ, എന്റെ ഹൃദയനെ ദീനിന്റെ നേർക്ക് നീ തിരിച്ചു നിർത്തണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ധാരാളമായി മഹദിയുടെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി ചോദിക്കുമ്പോൾ മഹദിയുടെ മറുപടി എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, തെറ്റിച്ചു കളയല്ല, സദാസമയവും നിന്റെ ദീനിനെ നിനക്ക് തിരിച്ചു നിർത്തണേ. ഇത് നമ്മൾ പതിവാക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കയറിയതും ഒരു പ്രാർത്ഥന കൊടുക്കണം. എത്രയോ ആളുകൾ പ്രിയപ്പെട്ടവരെ ക്യാൻസർ കൊണ്ട്, ഡയാലിസിസ് കൊണ്ട്, മാരകമായ രൂപത്തിലുള്ള ശരീരം കുത്തിമുറിക്കുന്ന വേദനകളെ കൊണ്ട് കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ. അല്ലാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? അള്ളാഹുവെ ആഫിയത്തിനെ കൊണ്ടാണ്, ദുനിയാവിനെ കൊണ്ട്, ആഖിറത്തിനെ കൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കണം. ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ് എന്ത്? ആഫിയത്ത് ഉണ്ടാവുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചോദിച്ചിരുന്നു. അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ചോദ്യത്തിനും കൊടുത്ത ഒരു ഉത്തരമാണ്. എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുത്താണ് അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. നമുക്ക് എല്ലാവർക്കും അർത്ഥറിയാം. രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ സുഖം നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ. അല്ലാഹുവേ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. അല്ലാഹുവേ, എന്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽകണം. പ്രിയപ്പെട്ടവരെ, ഇത് റബ്ബിനോട് നമ്മൾ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആദ്യമായി പ്രാർത്ഥിക്കുമ്പോൾ മുൻഗണന നൽകേണ്ടുന്ന 3 കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ പ്രദാനം ചെയ്യുമാറാവണമേ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على